കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ ടെസ്റ്റ് നടന്ന ആലത്തൂര് തിരികെ പിടിക്കാൻ മന്ത്രിയെ മണ്ഡലത്തിലിറക്കി LDFന്റെ ചെക്ക്. പാട്ടുംപാടി മണ്ഡലം കൈപ്പിടിയിലൊതുക്കിയ രമ്യ ഹരിദാസിന് ഇത്തവണ ആലത്തൂർ കടക്കുക എളുപ്പമാകുമോ? മോദി ഗ്യാരണ്ടിയിൽ സരസുവിന് മണ്ഡലത്തിൽ എന്തു നേടാനാകും? കലാശപ്പോരാട്ടത്തിന്റെ അവസാന മണിക്കൂറിലും ആലത്തൂരിൽ സസ്പെൻസുകൾ നിറയുകയാണ്. മണ്ഡലം ഇത്തവണ കൈപ്പിടിയിൽ ഒതുങ്ങുമെന്നുള്ളതാണ് ആത്മവിശ്വാസം. ജയിക്കും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി ആലത്തൂർ പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നും അഭിമാനപൂർവ്വം മത്സരിക്കുന്ന രാധാകൃഷ്ണന് ചുവപ്പുകോട്ട കഴിഞ്ഞ തവണ ഒരു ടെസ്റ്റ് നടന്നു. അത് മറികടന്ന് തിരികെ പിടിക്കാൻ ഇത്തവണ മന്ത്രിയെ തന്നെ എടുത്ത് കളത്തിലാക്കിയിട്ടുണ്ട്. മുന്നണിക്ക് വിജയിക്കണം. ആലത്തൂര് തിരികെ പിടിക്കാൻ വേണ്ടിയാണ് നമ്മുടെ ഇടതുപക്ഷ മുന്നണി നേതാക്കള്, പ്രവർത്തകര്, സാധാരണ ജനങ്ങളെല്ലാം തന്നെ തയ്യാറാണ്. UDF പറയുന്നു വലിയ ഭൂരിപക്ഷം കൈപ്പിടിയിൽ ഒതുക്കുമെന്ന് അവർ അവകാശപ്പെടുന്നു. പാട്ടുംപാടി ജയിക്കുമെന്ന ടാഗ്ലൈൻ UDF. വോട്ട് മോദി ഗ്യാരണ്ടിയിൽ വോട്ട് കൂട്ടുമെന്ന് BJP. LDF എന്താണ് ആലത്തൂരിൽ പ്രതീക്ഷ? ആളുകൾ കൂടുതൽ കടന്നു വരികയാണ്. അപ്പോൾ LDF പുറകോട്ട് പോവല്ലയോ, വലിയ രീതിയിൽ മുന്നോട്ട് പോവല്ലയോ. ജനങ്ങളാണ് ആത്യന്തികമായിട്ട് തീരുമാനിക്കുന്നത്. ബിജുവിനെ പരാജയപ്പെടുത്തി ആലത്തൂരിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ വിജയക്കൊടി പാറിച്ച രമ്യയ്ക്ക് ഇത്തവണ ഇടതുകോട്ടയിൽ വിള്ളലുണ്ടാക്കാനാകുമോ? പകർന്നു കൊടുക്കുന്നതിന് വേണ്ടിയാകട്ടെ നമ്മളുടെ വിലയേറിയ നേരത്തെ അനൗൺസ് ചെയ്തപ്പോഴും ആലത്തൂരിന്റെ പെങ്ങളുട്ടി തന്നെയാണ് 2ാം വർഷം ഇറങ്ങുമ്പോഴും, അല്ലെ? അതെ അതെ അതെ. ഇവിടെയുള്ള എല്ലാ ആളുകളും ഞാൻ വന്ന നാള് മുതൽ എന്നെ ഇന്ന് വരെ അങ്ങനെ തന്നെയാണ് കാണുന്നത്. ഒരു അനിയത്തിയായി, ഒരു പെങ്ങളായി കാണുന്ന ആ ഒരു പിന്തുണ അതെല്ലാവർക്കും കിട്ടുന്നതല്ല. കരുത്തനായ സ്ഥാനാർത്ഥി എതിരെ വരുമ്പോ അല്പം ഓട്ടത്തിന് കൂടുതൽ ഓടേണ്ടി വരുമെന്നൊരു തോന്നലുണ്ടോ? കോൺഗ്രസിന്റെ ചരിത്രം എന്തെന്ന് ചോദിച്ചാൽ അത് ഇന്ത്യ രാജ്യത്തിന്റെ ചരിത്രമാണ്. ആ കോൺഗ്രസും ഇന്ത്യയും ഒരേ രീതിയിൽ, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ ഒരേ രീതിയിൽ സഞ്ചരിക്കുന്നതാണ്. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ച് അതിനകത്തൊരു തർക്കമില്ല. സ്ഥാനാർത്ഥി ആരായിരുന്നാലും ആലത്തൂർ പാർലമെന്റ് മണ്ഡലം ഐക്യ ജനാധിപത്യ മുന്നണിക്കൊപ്പമാണ്. കഴിഞ്ഞ തവണ വലിയ ഇതായിരുന്നു. പാട്ടുപാടി രമ്യ ജയിക്കുമോ എന്ന് ചോദിച്ചു. പാട്ടുപാടി ജയിച്ചു. ഇത്തവണ പാട്ട് ഉറപ്പായിട്ടും പാട്ടില്ലാതെ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണം ഇല്ല. എങ്ങോട്ടാണെങ്ങോട്ടാണീ തിടുക്കം, നീ തനിച്ചല്ലേ പേടിയാവില്ലേ, കൂട്ടിനു ഞാനും വന്നോട്ടെ. വോട്ട് ചോദിച്ചു വന്ന ആളെ കൊണ്ട് പാട്ട് പഠിപ്പിച്ചു.
ഇഷ്ടായി. നിങ്ങളുടെ ആശീർവാദങ്ങളും സ്നേഹോപകാരങ്ങളും ഏറ്റുവാങ്ങുന്നതിനു വേണ്ടി ഇതാ ഈ വാഹനത്തിൽ തൊട്ട് വിറ്റാലെ എത്തിച്ചേരുന്നു. അനുഗ്രഹിക്കൂ, ആശീർവദിക്കൂ. വോട്ടുകൾ രേഖപ്പെടുത്തൂ താമര അടയാളത്തിൽ. ഒന്ന് പരിഗണിക്കണം കേട്ടോ, ഇപ്രാവശ്യം ഒന്ന് മാറി ചിന്തിക്കുക. ആലത്തൂർ മണ്ഡലത്തിന് BJP സ്ഥാനാർത്ഥി സരസുവിന്റെ ഗ്യാരണ്ടി എന്താണ്? ബേസിക് ആയിട്ട് അവരുടെ ബേസിക് നീഡ്സ്, ഇപ്പൊ കൃഷിക്കാരാണ് ഇവിടെ കൂടുതലുള്ളത്, അവരുടെ പ്രശ്നങ്ങളാണ് ആദ്യം ഞാൻ പരിഹരിക്കാൻ പോകുന്നത്. ശരി, വോട്ട് കിട്ടുമല്ലോ അല്ലേ? ഇവിടെ ഇരിക്കുന്ന ആൾക്കല്ല കേട്ടോ, എനിക്ക്. സരസ്വ ടീച്ചർ ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. അവർക്ക് താമര അടയാളത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് മാത്രമേ രണ്ടുപേർക്കും കൂടെ ചേർത്തില്ല. ഇടയ്ക്ക് എവിടെ നിന്നൊക്കെ പാട്ട് പാടുന്ന കേട്ടു. പാട്ടുണ്ടോ ഇവിടെ? തിരുവോണപ്പുലരി തൻ തിരുമുൽ കാഴ്ച വാങ്ങാൻ തിരുമുറ്റമണിഞ്ഞൊരുങ്ങി